ബസന്തും ബാലഗോപാലും തുടരുന്നുണ്ട്. ദയവായി പറയൂ ബാലഗോപാൽ. നേരത്തെ ബാലു പറഞ്ഞത് തന്നെയാണ് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള. ഇപ്പോൾ രണ്ട് നികുതി ഘടനകളാണുള്ളത്. ഒന്നൊരു പുതിയ റെഷീം വന്നിട്ടുണ്ട്, നേരത്തെ ഒരു പഴയ റെഷീമുണ്ട്. അതായത് ഈ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ അതിലുണ്ട്. പുതിയ ഘടനയിലേക്ക് മാറുന്നവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ കാര്യത്തിൽ ചില നേട്ടങ്ങൾ വരുന്നു. അപ്പോൾ ഇതിലൊക്കെ തന്നെ ചില മാറ്റങ്ങൾ, വലിയ തോതിലുള്ള ഒരു മാറ്റങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ബാലുവിലേക്ക് തന്നെ പോകണം. അതിൻ്റെ ഒരു കൃത്യമായ ഒരു കാര്യം ബാലു വിശദീകരിക്കും. വസന്ത, ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ നികുതി ഘടനയിൽ വരുത്താൻ വേണ്ടി പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. വസന്ത നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ ജനങ്ങളുടെ കയ്യിൽ പണമില്ല എന്നതാണ് ഈ സാമ്പത്തിക മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി കരുതപ്പെടുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തിക്കുന്നതിനുള്ള ഒരു നടപടികൾ ഉണ്ടാകുന്നതായിരിക്കും. അതിന്റെ ഭാഗമായി ഈ ആദായ നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾക്കാണ് ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ നീക്കം നടത്താൻ വേണ്ടി പോകുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് നികുതി ഘടനകൾ സംയോജിപ്പിക്കുക എന്നത്. കാരണം മുമ്പുണ്ടായിരുന്ന നികുതി ഘടന, പഴയ ഓൾഡ് ടാക്സ് റിജീമും ന്യൂ ടാക്സ് റിജീമും കൂടെ സംയോജിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനു പുറമെ നിലവിലുള്ള സ്ലാബ് സംവിധാനങ്ങളിൽ ചില മാറ്റങ്ങൾക്കും ധനകാര്യമന്ത്രി ഈ പ്രസംഗത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കും. അതായത് 20%, 30% സ്ലാബുകൾക്കിടയിൽ ഒരു 25% സ്ലാബ് എന്ന പുതിയ സ്ലാബ് സംവിധാനവും ഈ ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ ഒരു നിർദ്ദേശവും മുന്നോട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. ഈ 10% ഈ രണ്ട് ഇതിനു പുറമെ ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങളും ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ കാര്യത്തിലാണ് പലപ്പോഴും ആൾക്കാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അത് കൂട്ടണം എന്നുള്ളൊരു ആവശ്യം വളരെ കാലമായുണ്ട്. ഈ രണ്ട് നികുതി ഘടനകൾ കൂടി സംയോജിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ വരെ ആക്കിയേക്കാം എന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നിലവിലെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ, രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ധനകാര്യമന്ത്രി അതിലൊരു വിട്ടുവീഴ്ച ചെയ്യുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ബസന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 10 ലക്ഷം വരെ ആക്കണം, അതായത് ഏറ്റവും പരിധി 10 ലക്ഷം രൂപ വരെ ആക്കണം എന്നുള്ള ഒരു ആവശ്യം വളരെ സജീവമായിട്ട് തന്നെ ഉണ്ട്. അതിലും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഏറ്റവും സുപ്രധാനമായി നമ്മൾ നോക്കിക്കാണുന്നത് ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭവന വായ്പയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ നഗരങ്ങളിൽ 60 സ്ക്വയർ ഫീറ്ററും നഗരങ്ങളല്ലാത്ത മേഖലകളിൽ 90 സ്ക്വയർ മീറ്ററിനും ഇടയ്ക്കുള്ള വീടുകൾക്ക് ചില കിഴിവുകളാണുള്ളത്. അപ്പോൾ നിലവിലുള്ള ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുമായിട്ടൊക്കെ നോക്കുമ്പോൾ CPI തന്നെ ഏകദേശം 1.64% തന്നെ വർധന ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ. അപ്പോൾ ഇക്കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ചില സൂചനകളുണ്ട് വായ്പ നൽകുന്ന കാര്യത്തിൽ. അപ്പോൾ ഇതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇടത്തരക്കാർക്ക് വീട്, അഫോർഡബിൾ ഹൗസിംഗ് എന്നുള്ളൊരു വലിയൊരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവയൊക്കെ തന്നെ ഒരു പാവങ്ങളെയും അല്ലെങ്കിൽ ഇടത്തരക്കാരെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ബഡ്ജറ്റിനാണ് ഇത്തവണ സാധ്യത എന്നുള്ളൊരു സൂചനയാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ വാക്കുകൾ ചില സൂചന നൽകുന്നു. മാത്രമല്ല ഇന്നലെ രാഷ്ട്രപതി തന്നെ പ്രസംഗത്തിൽ നിരവധി തവണ ഈ രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ ആണിക്കല്ല് അല്ലെങ്കിൽ ഏറ്റവും വലിയ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ഇടത്തരക്കാരാണ് എന്ന് ആവർത്തിച്ച് 2-3 തവണ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇടത്തരക്കാർക്കും പാവപ്പെട്ടവർക്കും നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യതയാണ് ബജറ്റിൽ കാണുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം പ്രതീക്ഷ വെക്കുന്ന ചില കാര്യങ്ങൾ, റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിൻ്റെ പ്രതീക്ഷകളുണ്ട്. റെയിൽവേ സോണുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചുള്ള ഒരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നതുണ്ട്. ഈ എയിംസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ വയനാട് പാക്കേജ് ഉണ്ടാകുമോ എന്നുള്ള. ഇപ്പോൾ വയനാട് പാക്കേജിൻ്റെ കാര്യം ചിലപ്പോൾ ഇതിൽ വരില്ലാതിരിക്കുക എന്ന് വെച്ചാൽ അതൊരു മന്ത്രിതല സമിതി പരിശോധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പാക്കേജുകൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ രാഷ്ട്രീയമായിരിക്കാം. ഇവിടെ NDA സർക്കാരിന് പിന്തുണ നൽകുന്ന 2 പ്രധാനപ്പെട്ട കക്ഷികളുടെ അല്ലെങ്കിൽ അവരില്ലെങ്കിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പാക്കേജ്, പ്രത്യേക പണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മനുഷ്യ ദുരന്തമാണ്. കേരള സർക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക പാക്കേജ് ഉണ്ട്. കേരളം നൽകിയിട്ടുള്ള ചില കണക്കുകളുണ്ട്. ഇവയെല്ലാം പരിശോധിക്കുന്നത് മറ്റൊരു മന്ത്രിതല സമിതിയാണ്. വേണമെങ്കിൽ മന്ത്രിക്ക് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും നടത്താൻ കഴിയുമെങ്കിൽ അത് സംസ്ഥാനത്തിന് വലിയൊരു ആശ്വാസവുമായിരിക്കും. നമുക്ക് ഏതായാലും മറ്റു വാർത്തകളിൽ കൂടി കടക്കേണ്ടതുണ്ട്. ബസന്ത്, ബാലഗോപാലും അനൂപ് ദാസുമാണ് വിവരങ്ങൾ നൽകിയത്.